നിധിയാസ് ഫുഡ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പരിപ്പും ചീരയും വച്ചിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതേപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ളതുമായ ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 250 ml കപ്പിന് 1 കപ്പ് പരിപ്പാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ചുവന്ന പരിപ്പാണുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏത് പരിപ്പാണെങ്കിലും ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഈ പരിപ്പ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഞാൻ കുക്കറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ പരിപ്പെടുത്ത അതേ കപ്പിൽ 4 കപ്പ് വെള്ളം ഞാനിതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി വേറെ ഒന്നും ഇതിലോട്ട് ചേർക്കുന്നില്ല. ഇതിനി അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ഈ ചുവന്ന പരിപ്പിന് വേവ് കുറവായതുകൊണ്ടാണ് ഒരു വിസിൽ അടുപ്പിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള പരിപ്പിന് വേവ് കൂടുതലാണെങ്കിൽ അതനുസരിച്ച് വിസിലുകളുടെ എണ്ണത്തിൽ മാറ്റം വരുത്താം. അങ്ങനെ പരിപ്പ് ഞാനിവിടെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ ചൂടാവാൻ വെച്ച് ചൂടായി വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നാൽ 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നതിന് ശേഷം 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കാം. ഈ ചെറിയ ജീരകവും ഒന്ന് പൊട്ടി വന്നാൽ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഈ വറ്റൽമുളകും കറിവേപ്പിലയും ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇനി വേണ്ടത് ഒരു 5 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്. അതിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു സവോള സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ സവോള നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. പൊടികളെല്ലാം ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചീര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇത്രയും ചീരയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് പാനിലോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. തുറന്ന് നോക്കാം. നമ്മുടെ ചീരയൊക്കെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വച്ചിരുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം. പരിപ്പ് ഇപ്പോൾ നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് വെള്ളം കൂടി നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇങ്ങനെ യോജിപ്പിച്ചെടുക്കുമ്പോൾ കറി നല്ല തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്ത് അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ലൂസാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇത്രയും ലൂസാക്കിയാണ് കറി എടുത്തിട്ടുള്ളത്. ഇനി ഇത് കുറച്ച് നേരം കൂടി ഇരിക്കുമ്പോൾ ഇതൊന്നുകൂടി തിക്കാവും. അപ്പോൾ ഇത്രയും ലൂസിന് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഈ കറി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 1 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ചീര പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെറിയ ജീരകമൊക്കെ ചേർത്ത് കൊടുത്തേക്കണ കാരണം ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും വേണം. താങ്ക്സ് ഫോർ വാച്ചിങ്.